ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ രാജിവെക്കില്ലെന്ന മന്ത്രി സജി ചെറിയാൻ. തന്റെ ഭാഗം കോടതി കേട്ടില്ല, ഉത്തരവ് പരിശോധിച്ച നിയമ നടപടി സ്വീകരിക്കും. പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കോടതി കടന്നില്ലെന്നും സജി ചെറിയാൻ. ആ പ്രതികരണം കണ്ടതിന് ശേഷം പ്രജിത് മോഹനിലേക്ക് എത്താം. ആദ്യം രാജിവെച്ച സജി ചെറിയാനെ പിൻവാതിലൂടെ വീണ്ടും മന്ത്രിയാക്കി നിയമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മറുപടിയാണ് ഈ ഹൈക്കോടതിയുടെ വിധി. അതുകൊണ്ട് അടിയന്തരമായി സജി ചെറിയാൻ. പ്രജിത് മോഹനൻ ചേരുന്നു. പരിശോധിച്ചിട്ടാണല്ലോ ഇന്നിപ്പം പറഞ്ഞിട്ടുള്ളത്. പുനരന്വേഷണം നടത്തുന്നതിന് കോടതി പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കണം. പുനരന്വേഷണം നടത്താൻ കാരണമായ കാര്യങ്ങൾ എന്താണെന്നും കോടതി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കക്ഷി ആയില്ലല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് അന്വേഷണത്തിൽ കൊടുത്ത റിപ്പോർട്ടും അതിൻ്റെ ഭാഗമായി തിരുവല്ലയിലെ കോടതി എടുത്തിട്ടുള്ള തീരുമാനവും ആണല്ലോ കോടതി പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അതിനകത്ത് അന്വേഷണം വേണമെങ്കിൽ അന്വേഷിക്കണം. സ്വാഭാവികമായിട്ടും ഞാനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം എന്ന നിലയിൽ എൻ്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു. കേൾക്കാതിരിക്കാനുള്ള അവകാശവും കോടതിക്കുണ്ട്, കേൾക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ കേൾക്കാത്തിടത്തോളം കാലം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ച് നിയമപരമായി തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് അത് ആലോചിക്കും. ആണ് സംബന്ധിച്ചത് അതിൻ്റെ ഭാഗത്തേക്കുള്ള ഫൈൻഡിങ്സിലേക്ക് ഇതുവരെ കോടതി വന്നിട്ടില്ല. ആ പ്രസംഗത്തിനകത്ത് നടത്തിയ അന്വേഷണത്തിൽ ഒരു കോടതി പറഞ്ഞു ശരി, അടുത്ത കോടതി പറഞ്ഞു തെറ്റ്. ഇനി അതിൻ്റെ മുകളിൽ കോടതിയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റും. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സജി ചെറിയാന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ ഹൈക്കോടതി പുനരന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് അമ്പാടെ തള്ളുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതിൽ രാജിവെക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് മന്ത്രി നീങ്ങുന്നത്. നമുക്കറിയാം, ആദ്യ സമയത്തും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടായിരുന്നില്ല മന്ത്രി സജി ചെറിയാന്റെ രാജി. വലിയ രീതിയിലുള്ള സമ്മർദ്ദം പൊതുസമൂഹത്തിൽ നിന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സമ്മർദ്ദം കൂടി വന്നതുകൊണ്ട് മാത്രമാണ് അതുവരെ സജി ചെറിയാനെ അവസാന നിമിഷം വരെ സജി ചെറിയാനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ അന്ന് സ്വീകരിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിച്ചിട്ടും താൻ ഏത് സ്ഥാനത്താണോ നിൽക്കുന്നത് അതിൽ നിന്ന് മാറില്ല, രാജിവെക്കില്ല, നിലപാട് അതുതന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് സജി ചെറിയാൻ. കൃത്യമാണ് ഉണ്ണി. കാരണം ഈ 2022 ജൂലൈ 3 ഇത്തരത്തിലൊരു വിവാദ പ്രസംഗം ഉണ്ടാകുന്നു. ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് സജി ചെറിയാൻ മല്ലപ്പള്ളിയിൽ ഒരു പ്രസംഗം നടത്തുന്നു. പിന്നീട് വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് വരെ CPM-ന്റെ സംസ്ഥാന നേതൃത്വമൊക്കെ സജി ചെറിയാനെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ നടന്നതാണ്. പിന്നീട് വലിയ വിമർശനങ്ങൾക്കൊടുവിൽ അദ്ദേഹം രാജിവെക്കുന്നു. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അദ്ദേഹം തിരിച്ച് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു. ആ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി തള്ളിക്കളയുമ്പോൾ വീണ്ടും രാജി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇനി ധാർമ്മികമായ പ്രശ്നത്തിന്റെ പേരിൽ താൻ രാജിവെക്കില്ല എന്നാണ് ഇപ്പോൾ സജി ചെറിയാൻ പറയുന്നത്. ഈ കോടതിയുടെ ഈ വിധി ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ തന്റെ ഭാഗം കേൾക്കാതെയുള്ള വിധിയാണ്. അതുകൊണ്ട് തന്നെ നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം അപ്പീലുകളുമായി മുന്നോട്ട് പോകും. ഇതിന് മുകളിലും കോടതികളുണ്ട്. നിലവിൽ അന്വേഷിക്കണമെന്നല്ലേ കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം നടക്കട്ടെ. തന്റെ ഭാഗം കേൾക്കണം എന്നുള്ളത് താൻ ഈ നിലവിലത്തെ കോടതി നടപടിയിൽ താൻ കക്ഷിയല്ല. പ്രത്യേകിച്ച് ഈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് കോടതി പരിശോധന നടത്തിയത്. തന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ താൻ കക്ഷിയല്ല. പക്ഷേ തന്റെ ഭാഗം കേൾക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപ്പീൽ നടപടികളുമായിട്ടൊക്കെ താൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞു വെക്കുന്നത്. കൃത്യമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഒരു ധാർമ്മികതയുടെ പ്രശ്നമില്ല എന്നുള്ളത് മന്ത്രി പറയുമ്പോൾ മുൻപും അദ്ദേഹം രാജിവെച്ചത് പോലും ഈ അന്ന് പറഞ്ഞിരുന്നത് രാജ്യ സമയത്ത് പറഞ്ഞത് ധാർമ്മിക പ്രശ്നമാണ് എന്നുള്ളതൊക്കെ ആണെങ്കിലും ശരി, അദ്ദേഹം പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ച് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ നിലപാടുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അത് കൂടുതൽ അദ്ദേഹത്തോട് തന്നെ കൃത്യമായി ചോദിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതിന് ഒരു വ്യക്തമായ ഒരു മറുപടി സജി ചെറിയാൻ നൽകി കഴിഞ്ഞു. പക്ഷേ ഉടൻ തന്നെ പ്രത്യേകിച്ച് ഈ
കോടതിയുടെ പരാമർശങ്ങൾ വരുന്നു. കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നു. ഈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്, പ്രത്യേകിച്ച് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ സജി ചെറിയാൻ തിരിച്ച് മന്ത്രിയായി അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്, ആ റിപ്പോർട്ട് തന്നെ കോടതി തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആദ്യ പ്രതികരണം താൻ രാജിവെക്കില്ല, ധാർമ്മികമായ പ്രശ്നമില്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു, ഒരു കോടതി ശരിയെന്നും ഒരു കോടതി തെറ്റെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ രാജിയില്ല എന്നുള്ളതാണ് സജി ചെറിയാൻ പറയുന്നത്. അന്നും അദ്ദേഹം ആദ്യഘട്ടത്തിൽ 2022 ഈ രീതിയിൽ തന്നെയാണ് സജി ചെറിയാൻ നിലപാട് സ്വീകരിച്ചത്. ഭരണഘടനയെ അതിരൂക്ഷമായി അധിക്ഷേപിച്ചിട്ടും അപമാനിച്ചിട്ടും താൻ രാജിവെക്കുന്ന സാഹചര്യമില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നു. അന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഉണ്ടായിരുന്ന അവൈലബിൾ CPM-ന്റെ സംസ്ഥാന അവൈലബിൾ സെക്രട്ടേറിയറ്റ് പോലും ചേർന്ന സമയത്ത് അതിനുശേഷവും സജി ചെറിയാൻ പറഞ്ഞത് താൻ രാജിവെക്കില്ല എന്നുള്ളതാണ്. പിന്നീട് CPI-യുടെയും CPM ദേശീയ നേതൃത്വത്തിന്റെയും അടക്കം ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുകയും രാജ്യത്താകമാനം ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭരണഘടനാ അധിക്ഷേപം ചർച്ചയാകുകയും ചെയ്ത സാഹചര്യത്തിൽ CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് സജി ചെറിയാൻ രാജിവെച്ചത് പോലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അന്ന് അദ്ദേഹം താൻ പറഞ്ഞ കാര്യങ്ങളെ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായതാണ്. പിന്നീടാണ് ആ നിലപാടുകളൊക്കെ മാറ്റി പറഞ്ഞത്. ഒടുവിൽ പോലീസ് റിപ്പോർട്ട്, അനുകൂലമായ പോലീസ് റിപ്പോർട്ട് ഉണ്ടാകുന്നു. സജി ചെറിയാനെ തിരിച്ച് വീണ്ടും മന്ത്രിസഭയിലേക്ക് എടുക്കുന്നു. അങ്ങനെ അന്നും ഇന്നും അദ്ദേഹത്തിന് ആ ഒരു ധാർമ്മിക പ്രശ്നം തോന്നിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലൂടെ, അന്നത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെ എല്ലാം എവിഡന്റ് ആണ്. അപ്പോൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വിഷയത്തിൽ ഇനി സർക്കാരും പാർട്ടിയും ഒക്കെ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ MP-മാരുടെ യോഗത്തിൽ, സംസ്ഥാനത്ത് നിന്നുള്ള MP-മാരുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യോഗത്തിന് ശേഷം ഈ വിഷയം സജി ചെറിയാൻ നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിക്കും. അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തും. അതോടൊപ്പം തന്നെ നിയമോപദേശമടക്കം സജി ചെറിയാൻ തേടിയേക്കും എന്നുള്ളതാണ് നമുക്ക് അല്പം മുൻപ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ സജി ചെറിയാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. സാധ്യമായ നിയമ നടപടികളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളത്. എന്തായാലും ആ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമോ, അതോ ഇനി CPM നേതൃത്വം ഏതെങ്കിലും തരത്തിൽ സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ ചർച്ചയാക്കുന്ന വിഷയങ്ങളായിരിക്കും. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.